സ്റ്റൈൽ ചെയ്യാൻ പോണത് ഇങ്ങനെ ഒരു സ്ലീവ്ലെസ് ഷർട്ടാണ്. ഓക്കെ, ഇത് ഞാൻ എവിടുന്നാ SM സ്ട്രീറ്റ് മിഠായി തെരുവ് പിന്നെ കാലിക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാ. എന്റെ എക്സ് കൊളീഗിന്റെ കൂടെ പെരുന്നാൾ ഡ്രസ് എടുക്കാൻ പോയപ്പോ, അവളുടെ ഫാമിലിക്ക് പെരുന്നാൾ ഡ്രസ് എടുക്കാൻ പോയപ്പോ ഇങ്ങനെ ഒരു അടിപൊളി ഷർട്ട് കണ്ടു അവിടെ, ചീപ്പ് റേറ്റിന് കേട്ടോ. എനിക്ക് ഓർമ്മയില്ല, എന്തായാലും ഒരു 300 ആ റേഞ്ചൊക്കെ ആയിരിക്കും. എന്തായാലും 500 മേലേക്ക് ഒരിക്കലും പോവില്ല, എനിക്ക് ഓർമ്മയില്ല അത് കാരണം. അപ്പൊ ഇങ്ങനെ ഒരു ഷർട്ട് ഇത് ഞാൻ വാങ്ങിക്കാൻ കാരണം ഇതിങ്ങനെ ലൂസ് ഫിറ്റ് ആണ്, ഇങ്ങനെ ഒഴുകി കിടക്കും. പിന്നെ ഈ കളറ് ഇതിപ്പോ ക്യാമറയിൽ ഒരു വേറൊരു ഷെയ്ഡായിട്ടാണ് തോന്നുന്നത്. ഇങ്ങനെ ഒരു, അതായത് ഒരേ ലെവലല്ല കേട്ടോ, അങ്ങനെ എന്തെന്ത് പറയാ, സിമെട്രിക് അങ്ങനെ എന്താ പറയില്ല, എനിക്കറിയില്ല. ഇങ്ങനെ ലൂസ് ആയിട്ട് കിടക്കുന്ന ഷർട്ട്, പിന്നെ സ്ലീവ്ലെസ് ആണ്. ഈ സ്ലീവ് എന്ന് പറയുമ്പോൾ എനിക്ക് ഇങ്ങനെ ഇടാൻ കംഫർട്ട് ഇല്ല, കാരണം ഇത് ഫിറ്റ് അല്ല, ഇത് ലൂസ് ആണ്. അപ്പൊ നമ്മുടെ ഇവിടെ അല്ല, ഇവിടെ ഇതുവരെയൊക്കെ കാണും. സോ ഉള്ളിൽ എന്തെങ്കിലും ഇടണം. പക്ഷെ ഇതെനിക്ക് സ്ലീവ്ലെസ് ആച്ചിട്ട് ഇട്ട് കളയാനും തോന്നിയില്ല, അങ്ങനെ വാങ്ങിച്ചൊരു ഷർട്ടാണ് ഇത്. അപ്പൊ ഇതിന്റെ കൂടെ ഞാൻ പെയർ ചെയ്യണത് ഞാൻ കാണിച്ചാൽ, ഇതിന് ഞാൻ പെയർ ചെയ്യുന്നത് ഒരു ലെഗിൻസ് ആണ് കേട്ടോ. ഓക്കെ, ഇത് ഒരു എന്താ പറയാ, ഗോൾഡൻ പ്രിന്റ് ഒക്കെ വന്നിട്ടുണ്ട് ഇതിന്റെ കാലിന്റെ ഭാഗത്ത്, ആംഗിൾ ലെങ്ത് ആണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു ലെഗിനാണ് എടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് നോർമൽ ഏതും, അതായത് ഞാൻ ഈ കാണിക്കുന്ന സ്റ്റൈൽസ് ഒക്കെ നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ച് സ്റ്റൈൽ ചെയ്യാം കേട്ടോ. അതായത് ഷർട്ട് വേണം, പിന്നെ ഒരു ലെഗിൻസ് വേണം. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ ഇതില്ലെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്യാം. ഇങ്ങനെ ഇത് ഞാൻ വാങ്ങിച്ചത് മിന്ത്രയിൽ നിന്നാണ് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മിന്ത്രയിൽ കൊടുത്താൽ മതി. ആക്ച്വലി ലിങ്ക് എന്താ തരാത്ത വെച്ചാല്, ഞാൻ ഇവിടെ വന്നിട്ട് എന്റെ മിന്ത്ര അൺഇൻസ്റ്റാൾ ചെയ്തു. ബിക്കോസ് അതറിയാണ്ട് എന്റെ ഒഫീഷ്യൽ മെയിൽ ID ആയിട്ട് അറ്റാച്ച് ആയിട്ട് അതിന്റെ എല്ലാ നോട്ടിഫിക്കേഷനിൽ എന്റെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള പിന്നെ മെയിലിലേക്കാണ് വരുന്നത്. അപ്പൊ ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്തു, എനിക്ക് കൺഫ്യൂഷൻ ആയിട്ട്. അപ്പൊ അത് കാരണം ലിങ്ക് എടുക്കാൻ പറ്റുന്നില്ല. സോ നിങ്ങൾ ഇത് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് അവിടെ ഒരു ക്യാമറ പോലെ ഉണ്ടാവില്ലേ മിന്ത്രയിൽ, അതിൽ കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, ഇതിനും ഇത് ഞാൻ എത്ര രൂപയ്ക്ക് വാങ്ങിച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾ എന്തെങ്കിലും ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു ലെഗിൻ വേണം നമുക്ക്. അത് സ്ലീവ്ലെസ് ആണല്ലോ, അപ്പോ നിങ്ങൾക്ക് അങ്ങനെ കംഫർട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ ഇടാം. ഞാൻ എന്തായാലും ഇങ്ങനെ ഒരു ഹൈ നെക്ക് ഉള്ള ഒരു ടോപ്പാണ് അതിന്റെ ഉള്ളിൽ ഇടുന്നത്. ഓക്കെ, അതായത് പാൻസിന്റെ കളർ തന്നെ ഈ ഒരു ടോപ്പ് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇഷ്ടമുള്ളത് സ്റ്റൈൽ ഞാൻ എന്റെ രീതി പറയുന്നത് മാത്രം. അപ്പൊ ഇങ്ങനെ ഒരു ഹൈ കോളർ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഇതാണ്. ഓക്കെ, ഒരു ടോപ്പാണിത്. ഓക്കെ, അപ്പൊ ഈ 3 പീസാണ് നമ്മൾ സ്റ്റൈൽ ചെയ്യുന്നത്. ഇനി എങ്ങനെയുണ്ട് നോക്കാം. ഞാൻ റെഡി ആയിട്ട് വന്നു. ഫുൾ ഔട്ട്ഫിറ്റ് കാണിക്കാനായിട്ട് മുന്നേ ജ്വല്ലറി കാണിക്കാം. ഓക്കെ, ഇത് ഞാനൊരു സെറ്റ് വാങ്ങിച്ചിട്ട് ജസ്റ്റ് 5 റിയാലിന് ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട്. അപ്പൊ അവിടെ തീരെ ഡ്യൂറബിൾ ആയിരിക്കില്ല കേട്ടോ, വെള്ളമൊക്കെ തട്ടിയ കളറൊക്കെ മാറുന്നുണ്ടാവും, അതിനോ. പക്ഷെ അങ്ങനത്തെ സ്റ്റൈലിംഗ് വീഡിയോസ് ഒക്കെ ഉപകാരമാവില്ല വെച്ചിട്ട് ജസ്റ്റ് ഞാൻ ഒരു 2-4-5 പെയർ വാങ്ങിച്ചു. ഓക്കെ, അപ്പൊ അതിലത്തെ ഒരു പെയറാണിത്. ഇതിന് ഇങ്ങനെ ഒരു ചെയിൻ, അതായത് എന്താ പറയുക, ലേഔട്ട് ചെയിനും നല്ല ഭംഗിയില്ല, സ്റ്റൈലിഷ്. അതിന് കൂടെ ഒരു സ്റ്റഡും ഒരു ബ്രേസ്ലെറ്റും കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലെഗിൻസിന്റെ മേലെ ഗോൾഡ് പ്രിന്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഗോൾഡ് ചൂസ് ചെയ്ത്. ഇതേ സെയിം പാറ്റേണിൽ ഞാൻ സിൽവറും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്, ഞാൻ വേറെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഗോൾഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഗോൾഡ് ജ്വല്ലറീസ്, ഫിംഗർ റിങ്സ് ഇട്ടു. പിന്നെ വേറെ ഒന്നും ചെയ്തില്ല. ഓക്കെ, പിന്നെ ജസ്റ്റ് സ്മോക്കി ഐസ് ചെയ്തു. ലിപ്സ്റ്റിക്ക് ബാക്കി വന്നത് ഞാൻ കണ്ണിലും തേച്ചു. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ലിപ് ഷെയ്ഡ് ഞാൻ 2 കമ്പൈൻ ചെയ്ത് അതിന്റെ ഷോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ എനിക്ക് ഇങ്ങനെ ലൂസ് ഹെയർ ഇട്ടതിനേക്കാളും നമുക്കൊന്ന് ടൈ ചെയ്ത് കൊടുക്കാം. ലുക്സ് പ്രിറ്റി. നമുക്ക് മുടി പരത്തിയുടെ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഇങ്ങനെ എല്ലാം പിടിച്ച് ഇങ്ങനെ ഒരു ക്ലച്ച് ഇട്ട് കൊടുക്കാം. കുറച്ച് ഫ്രണ്ടിൽ നിന്ന് ഹെയർ ഒക്കെ ഇങ്ങനെ